നിങ്ങൾ മാസ കുടിച്ചിട്ടുണ്ടോ? പോട്ടെ, നിങ്ങൾ ഫ്രൂട്ടി കുടിച്ചിട്ടുണ്ടോ? എങ്കിൽ ഞാൻ ഒരു കഥ പറയാം. 1970s to 80s ഇന്ത്യയിൽ ഷുഗറി കാർബണേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്കുകൾക്ക് നല്ല ഡിമാൻഡായിരുന്നു. അന്ന് അപ്പോൾ ഗുജറാത്തിൽ ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഡിഷ് ഉണ്ടായിരുന്നു. നമ്മുടെ മാംഗോ പൾപ്പിൽ നിന്നൊക്കെ എക്സ്ട്രാക്ട് ചെയ്തുണ്ടാക്കുന്ന ഒരു സ്വീറ്റ് ഡിഷ് ഉണ്ടായിരുന്നു. ആംബ്രസ് എന്നാണ് അതിൻ്റെ പേര്. ഗുജറാത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മൊത്തത്തിലും അത് ഭയങ്കര ഹിറ്റായിരുന്നു ആ ഒരു ടൈമിൽ. അങ്ങനെ നമ്മുടെ പാർലെ ആഗ്രോ എന്നൊരു കമ്പനി ഈ ആംബ്രസ് എന്ന് പറയുന്ന ഈ പാനീയമുണ്ടല്ലോ, അത് നമ്മുടെ സോഡ കുപ്പികളിലാക്കിയിട്ട് വിൽക്കാൻ തുടങ്ങി. ആൻഡ് ദി ഔട്ട്പുട്ട് വാസ് ഐക്കോണിക്. അല്ലെങ്കിൽ ആർക്കാണ് മാംഗോസ് ഇഷ്ടമല്ലാത്തത്? അങ്ങനെ മാസ ഇന്ത്യയിലെ മാംഗോ ഡ്രിങ്ക്സിന്റെ തലവനായിട്ട് മാറി. മാസ ബിക്കെയിം വൺ ഓഫ് ദി ഫേവറേറ്റ്സ്. ഇറ്റ് വാസ് ഓൾസോ അവൈലബിൾ എവ്രിവെയർ. ബട്ട് പിന്നീടാണ് പാർലെ മറ്റൊരു സത്യം മനസ്സിലാക്കിയത്. ഈ മാസ സോഡ ബോട്ടിൽസിലായിരുന്നത് കൊണ്ട് തന്നെ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുടിച്ചു കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കണം. ആൻഡ് വി കാൺ ക്യാരി ഇറ്റ് എനിവെയർ. സോ ഇൻ 1985 പാർലെ ഡിഡ് അനദർ ലെജൻഡറി മൂവ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇത്തരത്തിലുള്ള ബോക്സ് പാക്കറ്റുകളിലാക്കിക്കൊണ്ട് ഫ്രൂട്ടി എന്ന പേരിൽ മാംഗോ ഡ്രിങ്ക്സ് പാർലെ ലോഞ്ച് ചെയ്തു. ഇനി ഫ്രൂട്ടിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും ക്യാരി ചെയ്ത് കൊണ്ടുപോകാം, അതുപോലെ തന്നെ പോക്കറ്റിലിടാം, എക്സെട്രാ. അതുപോലെ തന്നെ കുട്ടികൾക്കും കംഫർട്ടബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഫ്രൂട്ടി ടാർഗറ്റ് ചെയ്തിരുന്നത് കൂടുതലും കുട്ടികളെയും, അതുപോലെ തന്നെ ഓൺ ദി അതർ ഹാൻഡ് മാസ ടാർഗറ്റ് ചെയ്തിരുന്നത്, ഫോക്കസ് ചെയ്തിരുന്നത് കൂടുതലും അഡൾട്ട്സിനെയുമായിരുന്നു. ഇന്ന് ഫ്രൂട്ടി ഓൺ ചെയ്യുന്നത് കൊക്കക്കോളയും അതുപോലെ തന്നെ മാസ ഓൺ ചെയ്യുന്നത് പാർലെ ആഗ്രോയും തന്നെയാണ്.